ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിന്ന് ഒരു ഭാഗവത സപ്താഹത്തിന് പോയായിരുന്നു. അവിടെ ഇന്ന് രുക്മിണി സ്വയംവരമായിരുന്നു. ഒരുപാട് സന്തോഷം കിട്ടി. കാരണം ഒരു സരസ്വതി ക്ഷേത്രമാണത്, ചെറിയൊരമ്പലം. ആ അമ്പലത്തിൽ യജ്ഞത്തിന് വേണ്ടുന്ന ഒരു സൗകര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിച്ചത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ സ്വയംവര പന്തലിൽ ഭഗവാന്റെ സ്വയംവരം കണ്ട് സന്തോഷത്തിൽ ഞാൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് വരണമെന്ന് തോന്നി. എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ചിലവർ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും. അങ്ങനെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ പോകുന്നത് നിങ്ങളിലേക്ക് നല്ലൊരു വെളിച്ചത്തിൻ്റെ വഴി നിങ്ങളിലേക്ക് തുറന്ന് ഭഗവാൻ തന്നതാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വേദന തന്ന ആ ഒരു ബന്ധത്തിനെ എന്തിനാണ് ഇനിയും ആഗ്രഹിക്കുന്നത്? അതിനെ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് അതിനെ ആഗ്രഹിക്കുന്നത്? ഇനിയും അത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചു വരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ഇതുവരെ ആ വ്യക്തിയിൽ നിന്ന്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേദന മാത്രം സമ്മാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇനി എന്തിനാണ് എന്നൊന്ന് ചിന്തിക്കണം. നിങ്ങളെ കരയിപ്പിച്ച ഒരാളാണെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് കണ്ണീര് മാത്രം തന്ന ഒരാളാണെങ്കിൽ എന്തിനാണ് വീണ്ടും ആ കണ്ണീരിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്? ഒരു വഴിയിലേക്ക് മാത്രം നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ വഴിയിൽ മാത്രം സന്തോഷം കാണുന്നു. നിങ്ങളുടെ ചുറ്റും എത്ര നല്ല വഴികളുണ്ട്. അതിനകത്തൊന്നും നിങ്ങൾ നോക്കിയില്ല. ഈ ദുഃഖം തരുന്ന വഴിയിൽ മാത്രം നോക്കി നിന്ന് വേദനിച്ച് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ടായിട്ട് അതൊന്നും കാണാതെ ഈ ഒരു വ്യക്തിയെ മാത്രം നോക്കി നിന്ന് എൻ്റെ ജീവിതം അവിടെ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് കരഞ്ഞ് എത്ര രാത്രികളായി നിങ്ങൾ കരഞ്ഞ് നിങ്ങളുടെ കണ്ണീര് കാണാതെ ഒരുപാട് പേരുടെ മുന്നിൽ നിങ്ങൾ സന്തോഷം അഭിനയിച്ച് നടക്കുകയല്ലേ? എന്തിനാണ് ഇനി? എന്തെങ്കിലും തിരക്കുകളിലേക്കൊക്കെ പോവുക. കണ്ണീരിനി വേണ്ട. അയാൾ വരണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പോയ ആരാണെങ്കിലും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവനാണെങ്കിലും അവളാണെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ആൾക്ക് നിന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ നീ എന്തിനാണ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കരയണ്ടെന്നേ. കരഞ്ഞ് ഒരുപാട് തളർന്നില്ലേ? ഇനി തളരണ്ട നീ. ഇനി നിൻ്റെ ജീവിതത്തിൽ നീ വിജയിച്ച് കാണിച്ചു കൊടുക്ക്. നിൻ്റെ ജീവിതത്തിൽ ഉയർച്ച കാണിച്ചു കൊടുക്ക്. നിൻ്റെ ജീവിതത്തിൽ സന്തോഷം കാണിച്ചു കൊടുക്ക്. നിന്നെ ഇട്ടിട്ട് പോയവർ നീ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് വേദനിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്, അതാണ് കർമ്മമുണ്ട്. അപ്പോൾ ഇനി എന്നെ കേൾക്കുന്നവരെങ്കിലും ദുഃഖം തന്ന ഓർമ്മകളിൽ നിന്ന്, ദുഃഖം തന്ന ആളുകളിൽ നിന്ന്, വേദന തന്ന ആളുകളിൽ നിന്ന് അകലേക്ക് പോവുക. അവരെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരെ നമുക്കിനി വേണ്ട. അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ ഓടിച്ച് കളയാൻ ശ്രമിക്കുക. ഇനി അഥവാ അവരെ വേണം നിർബന്ധമുണ്ടെങ്കിൽ